ഹലോ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സോനുവിനൊക്കെ സ്കൂളുണ്ട്, അപ്പോൾ കുറച്ച് തിരക്കിലാണ് കേട്ടോ ഒന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ചായപ്പരിപാടിയൊക്കെ ഗ്യാസമ്മ കേട്ടോ. അപ്പോൾ രാവിലെ നീച്ച് വേഗം ചായയും അതേപോലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഗ്യാസമ്മ വേഗം വെച്ച്. അപ്പോൾ സോനുവിനാണെങ്കിൽ 9:15 അമ്മയ്ക്ക് സ്കൂളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ വേഗം ചായ കുടിക്കാനുള്ള വെള്ളമൊക്കെ ആക്കുമ്പോൾ പിന്നെ സ്കൂളിലേക്ക് കുപ്പിയിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ആണെങ്കിൽ കാപ്പിയാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് കാപ്പി മുക്കി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി അവിടെ എടുത്ത് ഞാൻ പൊടിക്ക് നൂൽപുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പൊടി വാട്ടി വെച്ചിട്ട് ആദ്യം അപ്പോൾ അതൊന്നും ചൂടാറിയതിലൊന്നും കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ കറി ഉണ്ടാക്കി വെക്കാൻ നേരിട്ട്. അപ്പോൾ കറിക്ക് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കുറച്ച് വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് ചതച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് അമ്മ അടുപ്പൊക്കെ കത്തിക്കാൻ വേണ്ടി വെണ്ണൂറൊക്കെ വാരി അടുപ്പൊക്കെ ഒന്ന് തുടച്ച് നമ്മ എന്താ പറയുക ചോറ് അടുപ്പത്തോട്ട് വയ്ക്കില്ല. അപ്പോൾ അത് അമ്മ തീയൊക്കെ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ അടുപ്പത്ത് തന്നെ കേട്ടോ കുടിക്കാതെ വെള്ളം ചായയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ പറയുക ഇന്നിപ്പോൾ നേരം വൈകിട്ട് നീക്കാൻ, അമ്മയ്ക്ക് നേരം വൈകി ഞാനും നേരം വൈകിട്ട് നീക്കാൻ. മഴയെ കാരണേ നീക്കാൻ ഭയങ്കര മടി. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി കുക്കറൊക്കെ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നിച്ചിട്ടാണ് വാട്ടാച്ചിട്ട്. അപ്പോൾ ഞാനത് എല്ലാതും കൂടി ഇട്ടിട്ട് ഒന്നിട്ട് വാട്ടിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് മസാലയൊക്കെ ചേർക്കാൻ നേരിട്ട്. അപ്പോൾ ചെറിയ കിഴങ്ങിരിക്കണം. അപ്പോൾ അതും കൂടിയാണ് നുറുക്കിടാൻ നേരിട്ട്. അപ്പോൾ ചെറിയൊരു മസാലക്കറി പോലെ ഉണ്ടാക്കാൻ നേരിട്ടോ. എനിക്കാണെങ്കിൽ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ മസാലക്കറി ഉണ്ടാക്കാൻ ഇഷ്ടം. അപ്പോൾ മസാലക്കറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. മസാലക്കറി തന്നെ ആയിക്കോട്ടെ, എന്നിട്ട് കിഴങ്ങ് ഇട്ടാലും മതി. ഇവിടെ കിഴങ്ങൊന്നും ഇട്ടാലും അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ഉടച്ചിടും. അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കിഴങ്ങൊക്കെ. അപ്പോൾ ഞാൻ അമ്പാടിക്ക് കൊടുക്കാൻ വേണ്ടി അധികം ഇപ്പോൾ ഉടക്കലില്ല. അപ്പോൾ അമ്പാടിക്ക് ഞാൻ അങ്ങനെ കഷ്ണമാക്കി കൊടുക്കുമ്പോൾ അത് അതിന് എടുത്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ആ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് ചെറിയ കഷ്ണം ഒരു കിഴങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ല വാട്ടിയെടുത്തിട്ട് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാട്ടിയെടുത്തിട്ടാണ് പിന്നെ ഞാൻ എന്താ പറയുക കിഴങ്ങായി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ ഒരു പച്ച കടിക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ളിയും തക്കാളിയും കിഴങ്ങൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കുമ്പോൾ ഒരു ഇങ്ങനെ പച്ച കടിക്കും കേട്ടോ ഉള്ളിയൊക്കെ. അത് കാരണം ഞാനിത് വാട്ടിയെടുത്തിട്ട് പിന്നെ കിഴങ്ങുമായിട്ടിട്ട് ഒന്നുകൂടി നല്ലൊന്ന് വാട്ടിയെടുക്കട്ടെ എണ്ണയിൽ. എന്നിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഇടുന്ന മസാലകൾ എന്താ പറയുക ചിക്കൻ മസാല ഒരു സ്പൂൺ എടുക്കും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി എടുത്ത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാതും കൂടി ഒന്നുകൂടി നല്ല ഒന്ന് ആ പച്ച മണം മാറുകയോളം ഒന്ന് എന്താ പറയുക നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ വാടി വന്നു കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ അടപ്പടച്ചിട്ട് രണ്ട് ഏകദേശം ഒരു 3 വിസിലടിച്ചിട്ട് നമുക്കത് വാങ്ങിക്കേട്ടോ. അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കില്ല, കാരണം മസാലക്കറി അറിയുമ്പോൾ കുറച്ച് വെള്ളം ഇല്ലാതല്ലേ വേണ്ടത്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2-3 വിസിലടിച്ച് കഴിഞ്ഞാൽ അത് വാങ്ങാം കേട്ടോ. അപ്പോൾ എന്താ ചെറിയ ഉള്ളി ഞാൻ അരിയാൻ വേണ്ടിയിട്ട് അവിടെ തോല് ഒളിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കറിയിൽ ഒന്ന് വാട്ടി തൂമിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അമ്മ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കും കേട്ടോ. അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് മാറിക്കഴിഞ്ഞാൽ അടുപ്പ് കേടും കേട്ടോ. കാരണം എന്താ അതുകൊണ്ട് ചോറ് മാത്രം അടുപ്പത്ത് വയ്ക്കുള്ളൂ കേട്ടോ. തീ ശരിക്കും കത്തിപ്പിടിക്കാത്ത കാരണേ. അപ്പോൾ അങ്ങനെ എന്താ പറയുക കറി ഏകദേശമൊക്കെ ആവാനായിട്ട് ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അത് തൂമിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് കുഴച്ചു നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. ഒന്ന് ചൂടാറിയപ്പോഴാട്ടോ മാവ് കുഴച്ചത്. എന്താണ് എന്തിനാ അത് ഉള്ളി തൂമിക്കാൻ നോക്കിയപ്പോൾ എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് എണ്ണ കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുപ്പിയിലാക്കിയിട്ട് വെക്കാൻ നേരിട്ട്. അപ്പോൾ അല്ലെങ്കിൽ അത് അവിടെ വെക്കുമ്പോൾ പൊട്ടിച്ച് കളയും. അപ്പോൾ അത് ആദ്യം കുപ്പിയിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ തൂമിക്കാൻ നേരിട്ടേ. അപ്പോൾ അത് കുപ്പിയിലാക്കിക്കട്ടെ എന്നിട്ടോ. അപ്പോൾ 500 എണ്ണ പാക്കറ്റാണ് വാങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അതിൽ എന്താ പറയുക ഇന്നാൾ ഇതേപോലെ ഞാൻ കുപ്പിയിൽ ആക്കിക്കാതെ പകുതി എണ്ണ എടുത്തിട്ട് ബാക്കി അവിടെ തന്നെ വെച്ച കാരണം അത് ചേർന്നിട്ട് ഒക്കെപ്പാടെ പോയിട്ട് നിലത്ത്. അപ്പോൾ അത് കാരണം കുപ്പിയിലാക്കിച്ച് സാവധാനം പിന്നെ ഉള്ളി തൂമിക്കാമല്ലോ വിചാരിച്ചിട്ടേ.
നിന്നതാട്ടോ. അപ്പം ഇനി കറിക്ക് ഉള്ളി തൂമിക്കാണ്ട്, അപ്പോൾ തൂമിച്ച് കഴിഞ്ഞിട്ട് നൂൽപുട്ട് ഉണ്ടാക്കാൻ കരുതിട്ടോ. സ്കൂൾ ദിവസം ഭയങ്കര തിരക്കാവട്ടെ. രാവിലെ എന്താ പറയുക, നേരത്തെ നീക്കണം, പിന്നെ ചായയും കറി ഉണ്ടാക്കണം. സ്കൂളിലെ സമയത്ത് അധികം അത്ര നേരത്തെ നീക്കും കേട്ടോ, കുറച്ച് വേഗം നീക്കും. അല്ലെങ്കിൽ 6 മണിയൊക്കെ ആകുമ്പോൾ നീക്കും കേട്ടോ സ്കൂളിലെ സമയത്ത്. അല്ലെങ്കിൽ സ്കൂളിലെ സമയത്ത് ഞാൻ 6:30, 6:45 അങ്ങനെ ആകുമ്പോൾ നീക്കും കേട്ടോ. അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അന്നേരം ഞാൻ ഒന്ന് തല പൊന്തിച്ച് നോക്കും. പിന്നെയും ഒന്ന് ക്ലോക്കിലേക്ക് നോക്കിയിട്ട് അവിടുത്തെ ഒന്നുകൂടി കിടക്കും കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നീക്കുക. രാവിലെ നീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഈ മഴ പെയ്ത തണുപ്പും കൂടി ആകുമ്പോൾ നീക്കാൻ ഏറെ മടിയല്ലേ. അപ്പോൾ അങ്ങനെ വേഗം ഇന്ന് നേരം വൈകിട്ട് നീക്കാൻ. അപ്പോൾ ചടപടാച്ചിട്ട് വേഗം പണികൾ ചെയ്യാൻ എഴുതിയിട്ടോ. അപ്പോൾ സോനുവിനാണെങ്കിൽ 9:15 ആകുമ്പോഴേക്ക് സ്കൂളിലേക്ക് പോകണം. കാരണം ഓന് 10 മണിക്ക് ക്ലാസ് തുടങ്ങുള്ളൂ. പക്ഷേ ഇവിടുന്ന് എന്താ പറയുക, ഇവിടെ അടുത്ത വീട്ടിലത്തെ ഒരു കുട്ടി പോകുന്നുണ്ട്, അവരെ കൂടെ പോകലിട്ടോ. അപ്പോൾ അവർ നേരത്തെ അവൻ്റെ കുട്ടിയുടെ അച്ഛന് പണിക്ക് പോകുമ്പോൾ ആക്കി കൊടുക്കുക ചെയ്യലും. അപ്പോൾ അവരെ കൂടെയാണ് സോനും പോകുക കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഒന്ന് നേരത്തെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓന് എന്താ പറയുക, നേരത്തെ പോകുമ്പോഴേക്കും ചോറൊക്കെ പിന്നെ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചിട്ട് പ്ലേറ്റും കുടിക്കാൻ വെള്ളം കൊണ്ടുപോകും. പിന്നെ എപ്പോഴേലൊക്കെ കോഴിമുട്ട അങ്ങനെയൊക്കെ ഇതുണ്ടെങ്കിൽ അത് കൊണ്ടുപോകും കേട്ടോ. സ്കൂളിൽ ഇപ്പോൾ എല്ലാ കറിയും അങ്ങനെ ഉപ്പേരിയൊക്കെ ഉള്ള കാരണം അങ്ങനെ ഒന്നും കൊണ്ടുപോയില്ല, പ്ലേറ്റ് മാത്രമേ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ചായയുടെ കടി നേരത്തെ ഉണ്ടാക്കിയാലും ഓന് ആകെ ഒരു ചിലപ്പോൾ ദോശയാണെങ്കിൽ 1, നൂൽപുട്ടാണെങ്കിൽ 2 അങ്ങനെയൊക്കെ തിന്നിട്ട് പോകും. സ്കൂളിൽ വന്നവരാണ് പിന്നെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, 2 തിന്ന് പോയാലും ബാക്കിയുള്ളത് ഞാൻ എടുത്ത് വയ്ക്കും സ്കൂളിൽ വന്നിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടേ. അപ്പോൾ അങ്ങനെ കറിക്ക് എന്താ പറയുക, ഉള്ളിയൊക്കെ തൂമിച്ച് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ നൂൽപ്പുട്ട് കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. അപ്പോൾ അമ്മ ചോറിന് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ അരി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് അരി ഇട്ടിട്ട് വെക്കും കേട്ടോ. പിന്നെ വൈകുന്നേരം എന്താ പറയുക വേറെ വെക്കില്ല. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തണുത്ത് കഴിഞ്ഞിട്ട് ഏട്ടൻ എന്തെങ്കിലും തണുത്ത് കഴിഞ്ഞാൽ തിന്നാണ്ടുണ്ടാവില്ല. അപ്പോൾ കാരണം നേരത്തെ ചോറിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അത്രയുള്ള ചോറ് വെക്കുന്നത്. അപ്പോൾ അമ്മ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കറിയും കടിയൊക്കെ ഇവിടെ ഗ്യാസ് മുട്ടൽ വെക്കുക ചെയ്യും കേട്ടോ. അമ്മടച്ച് കറിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ വാങ്ങി വെച്ച് ഇനിയിപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നൂൽപുട്ടിന് മാവ് ഇട്ട് കുഴിക്ക് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇഡ്ഡലിക്ക് എളുപ്പം നൂൽപുട്ട് ഉണ്ടാക്കാൻ കേട്ടോ.
ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ നേരം ഇരിക്കേണ്ടത്. നൂൽപുട്ടാണെങ്കിൽ നമുക്ക് അത് ഉണ്ടാക്കി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തെങ്കിലും പണി നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ഏറെ നൂൽപുട്ട് ഉണ്ടാക്കുക ചെയ്യട്ടെ. ദോശ ഉണ്ടാക്കലുണ്ട്. പിന്നെ സോനുവിന് ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ട്. അപ്പോൾ നൂൽപുട്ടിക്കാണെങ്കിൽ ഞാൻ മസാലക്കറി ഉണ്ടാക്കാൻ ഇഷ്ടം. അപ്പോൾ എന്താ പറയുക, രാവിലെ നാളെ എന്തുണ്ടാക്കിയാലും രാവിലെ 1-2 തിന്നിട്ട് സ്കൂളിലേക്ക് പോകുള്ളൂ. പിന്നെ ഓന് സ്കൂളിട്ട് വന്നു കഴിഞ്ഞാലാണ് തിന്നാൻ വേണ്ട കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഏറെ പൊടി എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഏകദേശം കഴിയാനായി. ഇപ്പം അതിൻ്റെ അടുത്ത് അമ്മയും അമ്പാടെ കൂടി പല്ലൊക്കെ തേക്കുന്നു. സോനു ഇപ്പോൾ തേച്ച് വന്ന് നേരെ വേഗം കയറി കുളിമുറുക്കി. ഓൻ പല്ലൊക്കെ തേച്ച് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഡ്രസ്സ് മാറുന്നു കേട്ടോ. അപ്പം ഇനി ഓന് ചായ കൊടുക്കണം. അപ്പോൾ അടുപ്പത്ത് ആയോണ്ടിരിക്കണം കേട്ടോ. അപ്പം ഇനി ഓൻ ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴേക്കനെ ഇതാവും കേട്ടോ, നൂൽപുട്ടാവും. ട്രൗസർ ഉണങ്ങിയതുണ്ടാവും, നീല ഉണങ്ങിയിട്ടുണ്ടാവും. മഴ ഇത് കാരണം ഒന്നും ഉണങ്ങി കിട്ടില്ല, ഒക്കെ നനഞ്ഞടക്കുക. എന്നാ സോനുവാ ലോഡുണ്ടാവുന്ന തുണികൾ ഉണക്കാൻ. സോനുവാ എന്നാ ട്രൗസർ. എന്തിന് ഞാൻ കണ്ടില്ല, ഞാൻ ട്രൗസർ തന്നിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെ കാണിക്കേണ്ട കുഴപ്പമില്ലല്ലോ. ഇപ്പം തന്നെ മാറ്റാനായിട്ടില്ലടാ, ഇപ്പം തന്നെ ആയിട്ടില്ല. സ്കൂളിലേക്ക് പോകാനായിരുന്നോ? സമയം നോക്കിയൊക്കെ. എടാ ഇങ്ങോട്ട് കൊടുന്ന സോനു ഇങ്ങോട്ട് കൊടുന്ന. ഊരണ്ട കേറ്റ് ഏട്ടൻ്റെ ട്രൗസർ. ാണ് ഈ സോനുവിൻ്റെ ഷർട്ടോ എന്താ പറയുക, അതേപോലെ പാൻറ്റ് എന്ത് ഊരിട്ടാണെങ്കിലും അപ്പം അത് ഇടണം കേട്ടോ. സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ അവിടെ കട്ടുമ്പോൾ കൊടുന്ന് മടക്കിക്കുക. ഓനത് എടുത്തിട്ട് അപ്പം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ കുറുമ്പിടിച്ച് കയറി. അപ്പോൾ സോനു ഇപ്പോൾ ട്രൗസർ കൊടുന്ന് വെച്ചിട്ടുണ്ടാകും, അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ കേട്ടോ. അപ്പോൾ അത് അമ്മ വെള്ളമൊക്കെ തിളച്ചെടുക്കണമെന്നുണ്ട്. അപ്പോൾ അമ്മ അത് ചോറിന് അരി ഇടാൻ വേണ്ടിയിട്ട് അരിയൊക്കെ എന്താ പറയുക കൊടുന്ന് വെച്ചിട്ടുണ്ടോ. ഓന് ട്രൗസർ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പോയിട്ട് കുപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓന് സ്കൂളിലേക്ക് പോകുമ്പോഴായിട്ടൊക്കെ അവിടെ മടക്കി കൊടുന്ന് വെക്കുന്നുണ്ടാണ് കട്ടുന്ന. ഓനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓന ഇടണം. കൊട്ട് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വാശി പിടിച്ച് കാര്യം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓന് സോന അത് സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ അതൊക്കെ അത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പിന്നെ ഇഡ്ഡലി എന്ന് പറയുന്നത് നൂൽപുട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതും കൂടി കഴിഞ്ഞിട്ട് എന്താ പറയുക, ഞാനും കുളിക്കാൻ പോയി വന്നിട്ട് ചായ അടിക്കാൻ ചെയ്തിട്ടോ. അപ്പോൾ ഇന്ന് നേരം വൈകിയ കാരണം, അല്ലെങ്കിൽ രാവിലെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ പിന്നെ അടുക്കള കയറില്ല. ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിയ കാരണം ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എന്താ പറയുക ചായയും കടിയൊക്കെ ഉണ്ടാകുമ്പോൾ നേരം വൈകുമല്ലോ വെച്ചിട്ടേ ചായയും കറി ഉണ്ടാക്കണ പണിക്കേട്ടോ. ചോറ് രാവിലെ വെക്കലും അടുപ്പ് കത്തിക്കലൊക്കെ പണി അമ്മയ്ക്കേട്ടോ. കാരണം അടുപ്പ് ഞാൻ എത്ര കത്തിച്ചാലും ഇപ്പോൾ കത്തൂല. അപ്പോൾ അമ്മ അറിയും അടുപ്പ് ഞാൻ കത്തിച്ചോടാ അറിയാം. അമ്മ രാവിലെ ഒക്കെ നീച്ച് വെണ്ണൂറൊക്കെ വാരി അടുപ്പൊക്കെ തുടച്ച് അടുപ്പ് കത്തിക്കും. കാരണം അമ്മയും അടുപ്പും കൂടി ഭയങ്കര മത്സരമാവും രാവിലെ. അമ്മ കത്തിക്കും, അടുപ്പ് കേടും. അപ്പോൾ അതിന് ഞാൻ നിൽക്കൂല. അപ്പോൾ അമ്മ അടുപ്പിൻ്റെ കാര്യമൊക്കെ അമ്മ നോക്കും, അടുപ്പത്തെ ചായയും കടി ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ഞാൻ നോക്കും കേട്ടോ. അപ്പോൾ ഒന്ന് നീക്കാൻ വൈകിയ കാരണമാക്കി എന്താ പറയുക, കുളിക്കാൻ നേരം വൈകി നേരെ വേഗം കുളിക്കാനാണ് അടുക്കളയിൽ കയറൽ. അപ്പം ഇനി ചായയുടെ കടി ഉണ്ടാക്കി സോനുവിന് ചായ കൊടുത്തിട്ടാണ് കുളിക്കാൻ പോകാമെന്ന് ചെയ്തിട്ട്. അപ്പോൾ ഞാനും അമ്പാടീനെ കുളിപ്പിച്ചിട്ട് അമ്പാടി പിന്നെ നേരത്തെ കുളിക്കും കേട്ടോ. അപ്പോൾ ഓനാണെങ്കിൽ ചൂടുവെള്ളമൊന്നും അത്ര ഇതില്ല, കാരണം പ്രസവിച്ചേ മുതൽ എന്താ കുളിപ്പിച്ച് തുടങ്ങി തന്നെ തണുത്ത വെള്ളത്തിലൊക്കെ. അതുകൊണ്ട് തണുപ്പാണ് ഓന് ഏറെ ഇഷ്ടം. ചൂടുവെള്ളത്തിൽ അങ്ങനെ കുളിപ്പിച്ചിട്ടേ ഇല്ല ഓന്. അത് കാരണം ഓന് തണുപ്പ് അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ ഓനെയും കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കണം. അല്ലെങ്കിൽ പിന്നെ ഓനെ കുളിപ്പിക്കാൻ കയറിൻ്റെ മേലും ആകെ എണ്ണയും പിന്നെ ഓൻ്റെ സോപ്പും ഇതൊക്കെ ആയി വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കാരണം ഓനെ കുളിപ്പിച്ച് കയറ്റി ഞാൻ കുളിക്കാൻ കയറും. അപ്പോൾ അങ്ങനെ എന്താ പറയുക നൂൽപുട്ട് അതും കൂടി ആയി കഴിഞ്ഞിട്ട് അന്നാട് വേഗം കുളിക്കാൻ കയറാമെന്ന് ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കൂട്ടാൻ പണിയൊക്കെ പിന്നെ ഇവരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് സാവധാനം വെക്കുക.
നെരുതി. പിന്നെ കൂട്ടാനും ഗ്യാസിൽ തന്നെ വയ്ക്കാനുള്ളത്. ചോറ് മാത്രമേ അടുപ്പത്ത് വയ്ക്കൂ കേട്ടോ. അത് പിന്നെ ഒരു തിളയ്ക്കുമ്പോഴേക്ക് ചോറാവും, കാരണം റേഷൻ കടയിലത്തെ അരിയിൽ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ അമ്മ ചോറിന് അരിയിടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ ചായ അടിക്കാൻ ആവും കേട്ടോ. അപ്പോൾ സോനുവിന് ആദ്യം ചായ കൊടുത്തിട്ട് പോയി ഡ്രസ്സ് മാറാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ അമ്പാടി അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ സോനു ഡ്രസ്സൊക്കെ മാറി വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാൻ. അപ്പോൾ ഓന് ചായ കൊടുത്തിട്ട്, അപ്പോൾ ഞാൻ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ചാർക്കൽ തുടങ്ങും. അപ്പോൾ ഞാൻ ഓനോട് ചായ കൊടുത്തിട്ട് കുളിക്കാൻ പോരാന്ന് വെച്ചാൽ ഇപ്പോൾ അമ്പാടിക്ക് എണ്ണയൊക്കെ തേപ്പിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓനെ അതിനെ കുളിപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോകാമെന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ സോനുവിന് ഞാൻ എന്താ പറയുക പ്ലേറ്റും വെള്ളമൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ബാഗിക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലത്തിട്ട ബാഗ് കേട്ടോ. ഇനിയിപ്പം പ്രാവശ്യം ബാഗൊന്നും വല്ലതും പറഞ്ഞു ബാഗൊന്നും വേണ്ട കേട്ടോ. അപ്പം ബാഗും കുടയൊന്നും വേണ്ട, ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുടയും ബാഗൊക്കെ ആയിരുന്നു. പിന്നെ അതേപോലെ എന്താ പറയുക പ്ലേറ്റ് കൊണ്ടുപോകല കേട്ടോ സ്കൂളിലേക്ക് പോകുമ്പോൾ. അവിടുന്ന് സ്കൂളിൽ ചോറ് വാങ്ങലാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഇനി കഴിഞ്ഞിട്ട് ചാടിക്കാൻ നേരിട്ട്. അപ്പോൾ അമ്മയുടെ മിറ്റടിച്ചിടാൻ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് മിറ്റടിച്ചൊരു വന്നിട്ട് ചാടിക്കാൻ നേരിട്ട്. അപ്പോൾ അമ്പാടിനും കുളി കഴിഞ്ഞ് അമ്പാടിക്ക് അവിടെ എന്താ പറയുക വെറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. മുൻപോട്ട് പോകാൻ അവിടെ കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഓൻ്റെത് സോനുവിൻ്റെ വരാൻ പോകും. അപ്പോൾ ഞാൻ വേഗം ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഓനോടെ വെച്ച് കൊടുത്തു. അല്ലെങ്കിൽ സോനുവിൻ്റെ മേൽ കൂടെ ഒക്കെ കളയപ്പോൾ ഓന് വാരി കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. സോനു വാരി കൊടുത്തൊക്കെ വേഗം കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇനി മേലൊക്കെ ആകെ ആക്കണ്ട വിചാരിച്ചിട്ട് ഓന് ഞാൻ ചെറിയ പ്ലേറ്റിലാക്കിയിട്ട് കൊടുത്തതാണ് കേട്ടോ അമ്പാടിക്ക്. ഓനവിടെ ഇരുന്ന് കഴിക്കണ്ട. ഇനി അമ്മ വന്നിട്ട് വേണം എനിക്കും അമ്മയ്ക്കും കൂടി കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഒക്കെ റെഡിയാക്കിയിട്ട് മേശപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സോനുവിൻ്റെ ചാടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓന് പ്ലേറ്റ് ഇതൊക്കെ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 9:15 ആകുമ്പോഴേക്കും ആ കുട്ടിയുടെ അമ്മ വിളിക്കും കേട്ടോ. ആ വിളിക്കുന്ന സമയത്തേക്കേ പോലുള്ളൂ, അല്ലാതെ അവിടെ ഇങ്ങനെ പോയി നിൽക്കേണ്ട വെച്ചിട്ട് ഞാൻ പറയും അവർ വിളിക്കുന്ന സമയത്തേക്കാണ് പോയാൽ മതി പറഞ്ഞു. അപ്പോൾ അവർ വണ്ടിയും കൂടെ കൊണ്ടുപോവുക ചെയ്യും കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോകുമ്പോൾ അവിടെ അടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല സ്കൂളിലേക്ക്. അപ്പോൾ 9:30 ആകുമ്പോഴേക്ക് തന്നെ പോവല്. ഇവിടുന്ന് ആ ചേച്ചി വിളിക്കുമ്പോൾ പോയാൽ മതി പറയും. പിന്നെ പോയിട്ട് ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ തന്നെ പോകണ്ടാറിഞ്ഞിട്ടേ. അഞ്ഞോ ഏട്ടനൊന്നും തന്നെ ബാക്കി നിന്നെ അതെ. ചായ ആണോ? പോട്ടെ പോട്ടെ. കൊണ്ടുവന്നിട്ടില്ലേ? ആ ആൽമറേനെ പോയിണ്ടാവും. എന്നാലും നിർത്തി ചെല്ലോ കൊടാ. മഴ വരുന്നുണ്ട്. അത് അച്ഛൻ കുളിച്ചതിൻ്റെ ചാടിച്ച് പോയാൽ മതി. നീ ചേച്ചി വിളിക്കുമ്പോൾ എടാ എന്നാൽ അച്ഛൻ്റെ വണ്ടി മേട്ട് പോയാൽ മതിയല്ലോ. സ്കൂളിൻ്റെ അടിക്ക് അല്ല ഇവിടേക്ക് നീ ചേച്ചിയുടെ അടിക്ക്. അച്ഛനെ കൂടി ചാടിക്കുമ്പോഴേക്ക് നീ ചേച്ചി വിളിക്കുമല്ലോ.
9 കാലായി അല്ലേ? അച്ഛൻ്റെ കുളി കഴിഞ്ഞിട്ട് ചായ കുടിക്കണ്ടേ? അപ്പോഴേക്ക് സമയമാവും. എന്നു പോയിക്കും. നീതി ചേച്ചി ഇനിയിപ്പോൾ വിളിക്കും. സമയം എത്രയായിന്നാവും? സമയം ഇതിൽ അറിഞ്ഞു 9 കാലാവാനായി. അച്ഛൻ്റെ കുളി കഴിഞ്ഞ് അച്ഛൻ ചായ കുടിച്ച് അപ്പോഴേക്ക് സമയം 9 ആവും. കാട്ടെടുത്തേട്ടനെ ഞാൻ നെരിച്ചേച്ചിക്ക് വിളിക്കാം. പോട്ടെ, ഇനിയിപ്പോൾ ഇങ്ങനെ പോരും. അതാ പൂച്ച പൂച്ച പൂച്ചണ്ട്. ഇജ്ജ് പോയിക്കോ. നീ പൂച്ച ഇങ്ങോട്ട് പോന്നളാ. പോരെ പോരെ, വരുന്ന അച്ഛൻ വരുന്നുണ്ട്. ഇപ്പൊ ചീത്ത അറിയും. വായോ. അതാ പറഞ്ഞിങ്ങോട്ട് പോരേന്ന്. ഈ പൊയ്ക്കോ അമ്പാടിയോട് പോരെ. എന്നാ നോക്ക മീനൊക്കെ തോട്ടിൽ മീനൊക്കെ. ഇവിടെ നോക്കെ താറ്റെടുത്തോളാം. ഇനി പോരെ. അപ്പോൾ ആ സോനു സ്കൂളിലേക്ക് വേണ്ടി ഇറങ്ങിയപ്പോഴേക്ക് അമ്പാടിയും പിന്നാലെ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിക്കേണ്ടായിരുന്നു. ചായ എടുക്കുന്നപ്പോൾ ഓനെ പിടിക്കാൻ വേണ്ടി ഓടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ റോഡിൽ പോയിട്ട് ഒന്ന് വീഴണം. അവിടെയൊക്കെ നല്ല വഴുക്കണം കേട്ടോ. അപ്പോൾ ഓനെ അവിടെ നിന്ന് വീണിട്ട് പിന്നെ ഓടുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ അപ്പുറത്തെ വീട്ടിൽ പൂച്ചേനെ കണ്ടു. തീരെ പേടി കേട്ടോ. എന്തിനെ പോയിട്ടും പിടിക്കുക. പൂച്ചേൻ്റെ വാലുമൊക്കെ പിടിച്ചേക്ക് ഭയങ്കര പേടി കേട്ടോ. ഓനെ കടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഓനങ്ങനെ പേടിയേ ഇല്ല. അപ്പോൾ സോനു അവിടെ പോയപ്പോഴേക്കും ഞാൻ ഓനെയും പിടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അല്ലെങ്കിൽ ഓനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും ഓനെ പിന്നാലാണ് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി വയ്ക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.